ടെലിഫോൺ ലൈനിലുണ്ട് സ്വപ്ന. സരിത്ത് വെളിപ്പെടുത്തുന്നത് അന്ന് നിങ്ങളുടെ യാത്രയ്ക്ക് വഴിയൊരുക്കിയത്, ബംഗളൂരുവിലേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്ത് പോകാൻ വഴിയൊരുക്കിയത് അത് കൃത്യമായും എം.ആർ. അജിത് കുമാർ ആണ് എന്നാണ്. അത് അങ്ങനെ തന്നെയല്ലേ? വെൽ, ഇവിടുന്ന് ജൂലൈ 5-ാം തീയതി ഈ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സരിത്ത് ഇതിന്റെ ഈ ബാഗേജിന്റെ ഓണറായ റാഷിദ് ഹമീദ് അൽ ഷമേലി എന്ന് പറയുന്ന ചാർജ് ദ അഫയേഴ്സുമായിട്ട് കസ്റ്റംസിൽ പോയതിനു ശേഷം 5 o'clock in the evening there was no news what is happening. അപ്പോ ഞാൻ ശിവശങ്കർ സാറിനെ വിളിച്ച്, നമ്മളുടെ എക്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ച് ഞാൻ എന്താ കസ്റ്റംസിലോട്ട് പോവാണ്, എല്ലാവരെയും അവിടെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്, സോ ഐ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, യു ഇമ്മീഡിയറ്റ്ലി ലീവ് ട്രിവാൻഡ്രം. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ലോക്ക്ഡൌൺ, ഹൗ ദ ഹെൽ വിൽ ഐ ട്രാവൽ, because I have family, I cannot go anywhere alone. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ദെൻ ജയശങ്കർ ആൻഡ് മൈ 2 kids, വക്കീല്, എല്ലാവരുമായിട്ട് സന്ദീപ് സരിത്തിന്റെ വീട്ടിലാണ് ആ സമയത്ത് ഞാൻ നിന്നത്. ബിക്കോസ് അവിടെ അച്ഛനും അമ്മയും ആകെ പ്രശ്നത്തിലായിരുന്നുണ്ട്. അവിടെ നിന്ന് ശിവശങ്കർ സാർ പറയുന്ന രീതിക്ക്, ശിവശങ്കർ സാർ ചെയ്ത രീതിക്ക് ഞാൻ സന്ദീപിന്, അത് കഴിഞ്ഞതിന് ശേഷം സന്ദീപ് എന്റെ ഫോണെല്ലാം പിടിച്ചു വാങ്ങിച്ച്, ഐ ഹാഡ് നോ കണക്ഷൻ, എനിക്കോ എന്റെ കുടുംബത്തിനോ പുറലോകമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. പിന്നെ സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ എം ശിവശങ്കർ സാറിൻ്റെതായിരുന്നു. അത് എം ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ദെൻ മിസ്റ്റർ M.R. അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ I wasn't very sure, or I didn't know this gentleman personally, so I never wanted to bring his name. All I know or trusted was Shiv Shankar sir. അല്ല, സ്വപ്നയോട് അന്ന് സന്ദീപ് പറഞ്ഞിരുന്നു അജിത് കുമാർ ആണ് ഈ ഇത്തരത്തിൽ വഴി റൂട്ട് പറഞ്ഞു തരുന്നതെന്ന്, അല്ലെ? ശിവശങ്കർ സാറിനെ ഗൈഡ് ചെയ്യുന്നത് പോലീസ് ഫോഴ്സിൽ നിന്നും ഈ ഒരു വ്യക്തിയാണെന്ന് 1-2 പ്രാവശ്യം ഇങ്ങനെ ഈ യാത്രയുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഒരിടവും നമുക്ക് ചെക്കിംഗ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ നെയിം അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടും ഇല്ലായിരുന്നു. എനിക്കത്ര, ഞാൻ ആ ഒരു മാനസിക അവസ്ഥയിലല്ല. ഞാൻ ശിവശങ്കർ സാറിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമേ അതിന് കീഴടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൂ. പക്ഷെ കസ്റ്റഡിയിൽ വെച്ച് പല പ്രാവശ്യം സരിത്തിന് നടന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നതെന്ന് സന്ദീപ് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സരിത്ത് എന്നോട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടല്ലെങ്കിൽ ഞാൻ സ്വയം അത് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഐ ഡിഡ് നോട്ട് സേ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ മാനസികാവസ്ഥയിൽ ആര് എന്ത് എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ശിവശങ്കർ സാർ മാത്രം പറഞ്ഞു ഓക്കെ ഞാൻ അവരെ ഒബേ ചെയ്യണം, ബിക്കോസ് അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാൾ പ്രവർത്തിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ സഹായിക്കും, ഈ ഒരു വിശ്വാസം, ഈ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷെ സരിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത്തിന്റെ ക്ലിയർ ഇൻഫർമേഷൻ, ഒരുപാട് ടോർച്ചർ ജയിലിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട്. ഇവർ അന്ന് ഈ ആ യാത്രയെ പറ്റി പലവട്ടം പിന്നീട് മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അതിൽ എം ശിവശങ്കറിന്റെ പങ്കിനെ പറ്റി സ്വപ്ന പറഞ്ഞിരുന്നു. പക്ഷേ ഈ M.R. അജിത് കുമാറിന്റെ പേര് എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്ക് അന്ന് പറയാൻ കഴിയാതെ പോയത്? ഐ ടോൾഡ് യു, ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് റിക്കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ആ മാനസികാവസ്ഥയിലല്ല. ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയോ ഞാൻ എന്തെങ്കിലും ഒരു വലിയ ഒഫൻസ് ചെയ്തിട്ട് മുങ്ങാൻ ശ്രമിക്കുന്ന ക്രിമിനൽ ചിന്താഗതിയോടെ പോകുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. എന്റെ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ശിവശങ്കർ സാർ പറഞ്ഞതിന്റെ പേരിൽ കസ്റ്റംസിൽ ഹാജരാവാതെ നാട് വിടുക, ഒരു തുണി പോലും എടുക്കാതെ. എന്തിനാണ്, എങ്ങോട്ടാണ്, ഇതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഐ എം എ വുമൻ. ഞാൻ ഒരു ആളിനെ കുത്തിക്കൊന്നിട്ട് ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ട് സ്മഗ്ലിംഗ് ചെയ്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് ഞാൻ മുങ്ങുന്നതല്ല. എന്നെ മനഃപൂർവ്വം ഇവിടെ നിന്ന് മാറ്റുക, ബിക്കോസ് ദേ നീഡഡ് എ സ്കേപ്പ് ഗോട്ട്. ആൻഡ് എനിക്കറിയില്ല, ഞാൻ എന്റെ 2 മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന എനിക്ക് ഞാൻ വേറെ എന്താണ് ചിന്തിക്കേണ്ടത്? അപ്പൊ ഇപ്പം മിസ്റ്റർ M.R. അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തു, ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് M.R. അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS ജോലി നഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എന്റെ പേരിൽ കേസും ഉണ്ടായി.
അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു MR അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. ശരി, ഇപ്പോൾ സ്വപ്നയ്ക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത് MR അജിത് കുമാർ ആണെന്ന്? 100%. 100% MR അജിത് കുമാർ ആണ് ശിവശങ്കറിന് വഴി പറഞ്ഞു നൽകിയത് അല്ലേ? ബിക്കോസ് ശിവശങ്കർ സാർ വീട്ടിലിരുന്നുകൊണ്ട് ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ റോഡിൽ ഇറങ്ങിയോ പോലീസുകാര് ഏതൊക്കെ ചെക്ക് പോസ്റ്റിൽ ഏതൊക്കെ ടീമാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പുള്ളിക്കാരൻ ചെയ്യാറില്ല. നമ്മളെ ഫാമിലിയിൽ എന്താവശ്യം ലീഗലി പോലീസ് ആണെങ്കിലും ഏത് രീതിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ശിവശങ്കർ സാറാണ് പോലീസുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ദാറ്റ് ഇസ് ഫാമിലി ഡിസ്പ്യൂട്ട് ആയാലും പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആയാലും ഏത് കാര്യവും. സോ ശിവശങ്കർ സാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വി ടേക്ക് ഇറ്റ് ബ്ലൈൻഡ്ലി, വി ഫോളോ ബ്ലൈൻഡ്ലി. പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്തത് സന്ദീപിന് കുറച്ചും കൂടി വ്യക്തമായിട്ട് അറിയാം. ബിക്കോസ് പുള്ളിക്കാരനാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. എനിക്ക് ഫോണോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ശിവശങ്കർ സാറിന്റെ അടുത്ത് ആകെ 1 or 2 പ്രാവശ്യം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ കാറിൽ പോകുന്നതിനിടയിൽ എപ്പോഴെങ്കിലും സന്ദീപും MR അജിത് കുമാർ തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അറിയില്ല. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് വെളിയിറങ്ങിയാണ് പുള്ളിക്കാരൻ സംസാരിക്കാറ് ഫോണിൽ. സ്വപ്ന കരുതുന്നത് സന്ദീപ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ശിവശങ്കറുമായി മാത്രമാണെന്നാണോ, അതോ ഇടയ്ക്ക് MR അജിത് കുമാറിനെ വിളിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ജെനുവൻ ആണ്. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഐ ആം നോട്ട് ഷുവർ ആരോടൊക്കെ സംസാരിച്ചു. ബിക്കോസ് സന്ദീപിന് ഒരുപാട് സിം കാർഡ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫോൺ ഉണ്ടായിരുന്നു. ആരോട് ഏത് സിമ്മിൽ നിന്ന് സംസാരിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഒരു കൊച്ചിനിലെത്തിക്കഴിഞ്ഞു, വേറെ 2 നമ്മൾ രണ്ട് റൂമിലാണ്. ബാംഗ്ലൂരിൽ എത്തിയപ്പോഴും 2 റൂമിലാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഓപ്പറേഷൻസ് ആരൊക്കെ ആയിട്ട് ഡയറക്ട്ലി ഉണ്ട് അല്ലെങ്കിൽ സംസാരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പായ കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ഐ ടെൽ യു. ദാറ്റ്സ് ഓൾ. ശരി, ഇനി ബംഗളൂരിലേക്കുള്ള അന്നത്തെ യാത്രയുണ്ടല്ലോ, അന്ന് ആ ബംഗളൂരു പ്ലാനിലായിരുന്നെങ്കിൽ വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു? വെൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവസാനം അറിയിപ്പിച്ചത് ബാംഗ്ലൂർ, മുംബൈ ടു നാഗാലാൻഡ്. ഇത്രേ എനിക്കറിയാവൂ. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോ I told my ex-husband to get a mobile from somewhere and a SIM so that I can contact one of these authorities and surrender, because I cannot take this blackmailing and this kind of torture, mental torture. Rather surrender and go and say the truth. അപ്പോഴത്തേക്കാണ് NIA വരുന്നതും അതിന്റെ പിന്നിൽ എന്തൊക്കെ കളിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതായിരുന്നു അവരുടെ പ്ലാൻ. ബാംഗ്ലൂരിൽ നിന്നും നാഗാലാൻഡ് വരെ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. എന്റെ മക്കളെയും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ചിട്ട്. സ്വപ്ന നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് അവിടെ വെച്ച് സ്വപ്നം തീർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാം എന്റെ തലയിൽ വരുമല്ലോ. ഒന്നീ മിസ്സിംഗ് പോയെന്ന് പറയും, അല്ലെങ്കിൽ ഐ കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ മർഡർ ഓർ വാട്ടെവർ. ഐ ഡോണ്ട് നോ. ഓക്കെ, ഈ കോൺസുലേറ്റിൽ ഉണ്ടായിരുന്ന സമയത്തോ അല്ല അതിന് പിന്നീടോ എപ്പോഴെങ്കിലും അജിത് കുമാറായി MR അജിത് കുമാറുമായി ഡയറക്റ്റ് സ്വപ്നം സംസാരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, എനിക്ക് ഈ വ്യക്തിയായിട്ട് ഒഫീഷ്യലി സംസാരിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് യൂഷ്വലി ഐ ഡോണ്ട് റിമെമ്പർ നെയിംസ്. ബിക്കോസ് ഞാൻ എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഒരു ദിവസം എത്ര പേരെടുത്ത് സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഒരു സ്പെസിഫിക് ആവശ്യത്തിനായിട്ട് ഇദ്ദേഹത്തിന് ഞാൻ പേഴ്സണലി ഞാൻ എപ്പോഴും ശിവശങ്കർ സാറിനെ വിളിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ കോൾ ശിവശങ്കർ സാർ ബിക്കോസ് ചീഫ് മിനിസ്റ്റർ തന്ന പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് ശിവശങ്കർ സാർ. അല്ല സ്വപ്ന, ഈ അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ലോ, പതിവായി ബന്ധപ്പെടുന്ന ഒരു സാധാരണക്കാരനല്ലോ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അതെ, അപ്പോൾ ഓർമ്മയിൽ വെക്കുമ്പോൾ ഉറപ്പായും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഹി മേ ബി എ പോലീസ് ഓഫീസർ, ബട്ട് ഫോർ മീ ഹൂ ഇസ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട്? ശിവശങ്കർ. അതിന്റെ മേലെ വരില്ലല്ലോ. ബിക്കോസ് ശിവശങ്കർ സാർ എന്ന് പറയുന്നത് ആരാണ്? പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ CM-ന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അപ്പൊ അതിന്റെ അപ്പുറം എനിക്ക് ബാക്കിയുള്ളവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. പേഴ്സണലി എനിക്ക് ഈ വ്യക്തിയെ അറിയില്ല, MR അജിത് കുമാറിനെ പേഴ്സണലി അറിയില്ല. ഓക്കെ, ഒരു കാര്യം കൂടി സ്വപ്ന, ഈ ബംഗളൂരുവിലേക്കുള്ള ആ യാത്ര പോകണം എന്ന് നിർദ്ദേശം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കസ്റ്റംസിന് മുന്നിൽ കീഴടങ്ങുക അങ്ങനെ എന്തെങ്കിലും ആലോചന സ്വപ്നയ്ക്കുണ്ടായിരുന്നു?
ഞാൻ ശരത്തിന്റെ വീട്ടിൽ നിന്ന് എന്റെ കാറിലോട്ട് കയറുന്നത് കസ്റ്റംസിൽ പോയിട്ട് എനിക്കറിയാന്നുള്ള സത്യങ്ങൾ പറയാനായിരുന്നു. ബട്ട് ദെൻ എന്റെ ഒരു ഗതികേടാണോ എനിക്ക് എന്റെ ഒരു വിധിയാണോ, ഞാൻ അന്നേരം ശിവശങ്കർ സാർ ഫോൺ വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ഗോ എനിവെയർ, ജസ്റ്റ് ഐ വിൽ ഡയറക്ട് സന്ദീപ്, യു ഫോളോ ഹിം, ലീവ് ഇമ്മീഡിയറ്റ്ലി. ഐ വാസ് ഗോയിങ് ടു ദ കസ്റ്റംസ് ബിക്കോസ് എല്ലാ സ്റ്റാഫിനെയും അവര് 5 മണിയായപ്പം അവിടെ വിളിച്ചു മൊഴിയെടുക്കാൻ വേണ്ടി. എനിക്ക് പോകേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവർ സമ്മതിച്ചില്ല. ആൻഡ് ദെൻ ഐ ബിക്കേം ദ കിങ് പിൻ ഫോർ എൻറ്റയർ ഒഫൻസ്. I don't want to recall all these things because it's very, very torturing to remember all these things. സ്വപ്ന, അറിയാം എങ്കിൽ പോലും നമ്മൾക്ക് ഈ അജിത് കുമാറിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു സരിത്ത് നൽകിയത്. ഇതുവരെയും ആ ഒരു കാര്യം നമുക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല, എങ്ങനെ ഇത്ര സുഗമമായി യാത്ര ചെയ്തു എന്ന്. ആ യാത്രക്കിടയിൽ പോലീസ് ഒരിക്കൽ പോലും കൈ കാണിച്ചില്ല എന്നാണോ, അതോ പോലീസ് പരിശോധിക്കാൻ വന്നു അപ്പോൾ ഒരു നിർദ്ദേശം ലഭിച്ച മട്ടിൽ മാറി നിൽക്കുകയായിരുന്നു? ഒരിക്കൽ പോലും ഒരു ഹാസലോ ഒരു ഡിഫിക്കൽട്ടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് നമ്മൾ രാത്രി എത്ര സഞ്ചരിക്കുന്ന പോലെയാണ് അന്നേ ദിവസം പകല് സഞ്ചരിച്ചത്. എല്ലായിടത്തും പോലീസ് ഉണ്ടായിരുന്നു, ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബട്ട് നോബഡി സ്റ്റോപ്പ് മൈ കാർ. എന്റെ കാർ എന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിരുന്ന കാറിലാണ് ഞാൻ യാത്ര ചെയ്തത്. വേറൊരു ഡിസ്ഗൈസ് വണ്ടിയിലോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും ഒളിച്ചൊന്നും അല്ല പോയത്. വളരെ നോർമൽ ആയിട്ടാണ് പോയത്, സമയമെടുത്താണ് പോയത്. ഓക്കെ, മറ്റു വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനം വളരെ കൂളായി കടത്തിവിടുകയായിരുന്നു. നമ്മളെ വണ്ടി ഒരു കാരണവശാലും ഒരിടത്തും സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടില്ല, നോക്കിയിട്ടുമില്ല. വി ജസ്റ്റ് ഡ്രോവ് ഓർ വി ജസ്റ്റ് ട്രാവൽഡ് സ്മൂത്ത്ലി. ദാറ്റ്സ് ഓൾ. ഈ കോവിഡ് കാലഘട്ടം വരുന്നില്ല, അപ്പോൾ പാസ് എടുക്കണമായിരുന്നല്ലോ. പാസ് എടുത്തിരുന്നില്ലേ സ്വപ്നയുടെ പേരിൽ? ഇല്ല, പാസ് എടുത്തു എന്ന് തോന്നുന്നു സന്ദീപ്, പക്ഷെ ആ പാസിൽ എന്റെ പേരില്ല. സ്വപ്നയുടെ പേരില്ല? ഇല്ല. പിന്നെ സന്ദീപിന്റെ പേര് പിന്നെ ആരൊക്കെയായിരുന്നു? ജയശങ്കർ. ഹലോ, ജയശങ്കർ ആൻഡ് മൈ ചിൽഡ്രൻ. അപ്പോൾ സ്വപ്നയുടെ പേര് മാറ്റി നിർത്തി? യെസ്. അതാണോ ഈ തന്നെ അപായപ്പെടുത്താനാണ് ശ്രമം എന്ന് സംശയിക്കാൻ സ്വപ്ന? 100%. ഈ ബംഗളൂരുവിൽ എത്തിയ ശേഷം പിന്നീട് എങ്ങോട്ട് എന്നുള്ള ഒരു നിർദ്ദേശം ശിവശങ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? അപ്പോൾ അതായത് അതിനുശേഷം എന്ത് വേണം എന്നുള്ളത് അജിത് കുമാറിന് ഒരു പങ്കുണ്ടോ എന്നറിയാനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുന്നിൽ വെച്ച് സന്ദീപ് പിന്നെ സംസാരിക്കാറില്ല. ഫോണ് അപ്പുറത്തും, അദ്ദേഹം വേറെ റൂമിലാണ്. അവിടെ വെച്ചാണ് ശിവശങ്കർ സാറുമായിട്ട് സംസാരിക്കുന്നതും. ആൻഡ് ഐ തിങ്ക് NIA വന്നതും ഇവരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് NIA വന്നതെന്നാണ് എന്റെ വിശ്വാസം. ബിക്കോസ് ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ഫോൾഡഡ് പോലെ, എനിക്കൊന്നും അറിഞ്ഞൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ, TV പോലും ഓൺ ചെയ്യാൻ അനുവദിക്കാതെ, ന്യൂസ് പോലും ഐ നീഡ് ടു അപ്ഡേറ്റ് മൈസെൽഫ്. അപ്പോഴല്ലേ എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. കംപ്ലീറ്റ്ലി നോ കണക്ഷൻ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അതുപോലെയാണ് എന്നെ ടോർച്ചർ ചെയ്തത് സന്ദീപ്. അത്രമാത്രം എന്നെ ടോർച്ചർ ചെയ്തു. ശിവശങ്കർ സാറാണ് എല്ലാം ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. എന്റെ ജീവിതം നശിപ്പിച്ചതും അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അവർ അനുസരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്വപ്ന, ഈ ശിവശങ്കറും MR അജിത് കുമാറും വളരെ പേഴ്സണലി ബന്ധമുള്ള ആളുകൾ തന്നെ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നില്ലേ സ്വപ്നയ്ക്ക്? 100%. പോലീസ് ഫോഴ്സിലുള്ള DGP മുതലുള്ള എല്ലാവരുമായിട്ട് വളരെ കാഷ്വൽ ആൻഡ് സ്ട്രോങ് ബന്ധമാണ്. ഈ അജിത് കുമാറിന്റെ കാര്യം പറയാറുണ്ടായിരുന്നോ ശിവശങ്കർ? Sorry, I think I've answered to all the questions, so thank you very much. റൈറ്റ്, ശരി. സ്വപ്ന സുരേഷാണ് പ്രതികരിച്ചത്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലായിരുന്നു സരിത്തിന്റേത്. ആ സരിത്തിന്റെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുകയാണ് സ്വപ്ന ഇപ്പോൾ ചെയ്തത്. അന്ന് MR അജിത് കുമാറാണ് ശിവശങ്കറിന് നിർദ്ദേശങ്ങൾ നൽകിയത്. ശിവശങ്കർ ആ നിർദ്ദേശങ്ങൾ സന്ദീപിലേക്ക് എത്തിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ റീകളക്ട് ചെയ്യുന്നു, ഓർമ്മിച്ചെടുക്കുന്നു എന്ന് സ്വപ്ന സുരേഷ് ന്യൂസ് 18 വ്യക്തമാക്കുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് ആ യാത്രയിലുണ്ടായിരുന്ന സ്വപ്ന തന്നെ ഒരു സ്ഥിരീകരണം നൽകുകയാണ്. അത് MR അജിത് കുമാറിന്റെ പദ്ധതിയായിരുന്നു. MR അജിത് കുമാറാണ് ആ റൂട്ട് ഒരുക്കിയത്. ഒരിക്കൽ പോലും വണ്ടി തടയാത്ത വിധത്തിൽ സ്വന്തം രജിസ്ട്രേഷനുള്ള വാഹനം അത് മുന്നോട്ട് പോകുമ്പോൾ പോലും ഒരിക്കലും ഒരു
തടസ്സമോ ഒരു ഹാസിലും ഉണ്ടായില്ല എന്ന് സ്വപ്ന പറയുമ്പോൾ അതിൽ വ്യക്തമാണ് അജിത് കുമാറിന്റെ പങ്ക്. ഉറപ്പായും അജിത് കുമാറാണ് അതിന് വഴിയൊരുക്കിയത് എന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കാം നമുക്കിവിടെ. ഈ ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം MR അജിത് കുമാറും ശിവശങ്കറും തമ്മിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഇത് ചേർത്ത് വായിക്കണ്ടേ?